എൻ്റെ പേര് ജീവ ഷാജി. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് പണ്ടപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ 4-ാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഈശോ എന്നോട് ചെയ്ത കാരുണ്യത്തിനായി ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. ആദ്യമേ തന്നെ എനിക്കും എൻ്റെ ഭർത്താവിനും ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് ഞങ്ങളൊരു രാത്രി 2 മണിയായി കഴിഞ്ഞപ്പോൾ മുതലാണ് വയറിളക്കം തുടങ്ങിയിട്ട് എനിക്കാണ് ആദ്യമേ തുടങ്ങിയത്. കഴിഞ്ഞ് ഭർത്താവിന് ഒരു 10 വർഷം മുമ്പ് എൻ്റെ ഭർത്താവിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വയറിളക്കം ഒരു 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവിൻ്റെ വയറ്റിൽ നിന്ന് ബ്ലീഡിങ് തുടങ്ങി, രക്തം പോയി തുടങ്ങി. അപ്പോൾ ആദ്യമേ ഒന്ന് പോയി, രണ്ടാമത് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ഭയമായി. അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയത്. അവിടെ രാത്രി ആയതുകൊണ്ട് അവർ അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ തന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് വേഗം തന്നെ എൻ്റെ ബാഗിലൊരു കൃപാസനം പത്രം എപ്പോഴും തന്നെ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷമവും ദുരിതം അനുഭവിക്കുന്ന വ്യക്തികളെ കാണുമ്പോൾ ഇതൊന്ന് കൊടുക്കണം, അങ്ങനെയുള്ള രീതിയിൽ എപ്പോഴും തന്നെ എൻ്റെ ബാഗിലൊരു കൃപാസനം പത്രം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ പത്രം ഉണ്ടായിരുന്നു. പിന്നെ കാശുരൂപം, അതുപോലെ തന്നെ ഉടമ്പടി തൈലം, പിന്നെ ഉപ്പ്. വയറിളക്കം ആയതുകൊണ്ട് ഉപ്പും കൂടി കരുതി ഞാൻ വേഗം തന്നെ എടുത്തുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ക്യാഷ്വാലിറ്റി കിടക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കാര്യമല്ല ശ്രദ്ധിക്കണേ, ഹസ്ബൻഡിൻ്റെ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളായതുകൊണ്ട് ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും ഉടമ്പടി തൈലം എടുത്ത് വയറ്റിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ക്യാഷ്വാലിറ്റിയുടെ ഡോക്ടർ പറഞ്ഞു ഗ്യാസ്ട്രോയുടെ ഡോക്ടർ വരണം, ഹാർട്ടിന് കംപ്ലൈൻ്റ് ഒന്നും അല്ല, വയറിൻ്റെ എന്തോ കംപ്ലൈൻ്റാണ്, എന്താണെന്ന് അറിയുന്നതിന് ഗ്യാസ്ട്രോ വരുന്നോന്ന് പറഞ്ഞു. ഗ്യാസ്ട്രോ രാവിലെ 9 മണിയായപ്പോൾ വന്നു, അൾട്രാസൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും അവർ പറഞ്ഞു ഈ പ്ലാജറിൻ എന്ന് പറഞ്ഞ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട്, ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് അറിയാം പ്ലാജറിൻ എന്ന് പറഞ്ഞ ഗുളിക കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ ഗുളിക കഴിക്കുമ്പോൾ ബ്ലഡ് കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളികയാണ്. ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എവിടെയാണെന്ന് ബ്ലീഡിങ് ഉള്ളതെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു CT സ്കാനും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ CT സ്കാൻ ചെയ്യാൻ CT സ്കാൻ ചെയ്യാൻ കയറുന്നതിന് മുമ്പാട് ഡോക്ടർ പറഞ്ഞ് ഈ ബ്ലീഡിങ് എവിടെ നിന്നാണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലൊരു വിഷമം, വല്ലാത്തൊരു വിഷമമായി. ദൈവമേ, ഫുഡ് ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കണേ, മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പോഴും കാശുരൂപൊക്കെ കൈ പിടിച്ചുകൊണ്ടിരുന്നെന്ന് പ്രാർത്ഥിക്കുകയാണ്. മാതാവേ, ഫുഡ് ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കണമെന്നേ പറയാവുള്ളൂ, വേറെ ഒന്നും ആവരുതേ. അപ്പോൾ അവർ പറയുന്നു എവിടെന്നെങ്കിലും ബ്ലീഡിങ് ആണെങ്കിൽ അവിടെ ക്ലിപ്പ് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയ കാശുരൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എൻ്റെ മാലയിലുണ്ടായിരുന്ന കാശുരൂപമാണ് ഞാൻ എടുത്ത് കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ വയറ്റിൽ വെച്ചൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഉടമ്പടി കാശുരൂപ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ എൻ്റെ ആങ്ങളെ CT സ്കാൻ എടുക്കുന്നതിന് മുമ്പാടായിട്ട് ആങ്ങളെ വരുവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആങ്ങളയോട് പറഞ്ഞു നാത്തൂൻ്റെ ഉടമ്പടി കാശുരൂപ ഒന്ന് കൊണ്ടുവരാമോ, ഞാൻ സൂക്ഷിച്ച് തിരികെ തന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങളെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി കാശുരൂപം കൊണ്ടുവന്നു. CT സ്കാൻ ചെയ്യണതിന് മുമ്പാട് തന്നെ വരികയും ചെയ്തു, കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഉടമ്പടി തൈലം വയറ്റിൽ നന്നായിട്ട് വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാറി ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് എങ്ങനെയാണോ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഫുഡ് ഇൻഫെക്ഷൻ തന്നെയാണെന്ന്, പക്ഷേ നല്ല ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ICU കിടക്കണം, വേറെ ഭക്ഷണമൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ICUലായി. അപ്പം എനിക്ക് വയറിളക്കമുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ വയറിളക്കത്തെക്കുറിച്ച് ശ്രദ്ധിക്കണില്ല. ഇടയ്ക്ക് ക്യാൻറ്റീനിൽ പോയി ഞാൻ കഞ്ഞിവെള്ളം മേടിച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ മാതാവേ എൻ്റെ കൂടെ ആരുമില്ല, എന്നെ സഹായിക്കണമേ, എൻ്റെ കൂടെ ഉണ്ടാവണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യത്തെപ്പറ്റി ഞാൻ വിട്ടു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബില്ലടയ്ക്കാനായിട്ടും ഫാർമസിയിട്ടും ബില്ലടയ്ക്കുന്നിടത്തോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. അപ്പോൾ ICUൻ്റെ മുമ്പിൽ ഗ്രില്ലുണ്ട്. ഗ്രില്ലിൻ്റെ മുമ്പിൽ എല്ലാവരും നിരനിരയായിട്ട് ഇങ്ങനെ, എല്ലാവർക്കും തന്നെ അറിയാം, നിരനിരയായിട്ട് തന്നെ ഇങ്ങനെ കസേരകളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനും അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരമ്മയും മോളും ICUയിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് നൊലോളിച്ചുകൊണ്ട് ഇറങ്ങി വരിക. അപ്പോൾ ഞാൻ ഗ്രില്ലിൻ്റെ അടുത്തോട്ട് ചെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചു, എന്താ സിസ്റ്ററെ, അവർക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ മോന് സുഖമില്ല, അത് വല്ലാത്ത സീരിയസ് ആണെന്ന് തോന്നണു, അതുകൊണ്ട് അവർക്ക് ഭയങ്കര സങ്കടമായതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിൻ്റെ കാശുരൂപവും തൈലമൊക്കെ ഒന്ന് കൊടുത്തോട്ടെ, അപ്പോൾ അതുകൊണ്ട് എന്നെ ഒന്ന് കയറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് കയറിക്കോ എന്ന് പറഞ്ഞു. വേഗം തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രാർത്ഥന പത്രം
ഞാൻ ആ മോളുടെ കയ്യിലിട്ട് കൊടുത്തു. മോളെ, ഇത് കൃപാസന മാതാവിൻ്റെ പത്രമാണ്, നിങ്ങൾ പ്രാർത്ഥിക്ക്, ഒരു കുഴപ്പവും പറ്റില്ല. എനിക്കൊന്നും അറിയില്ല, എന്നാന്നൊന്നും അറിയില്ല. അപ്പോൾ അന്നേരം അമ്മ ഭയങ്കരമായിട്ട് നൊലോളിച്ചു. അമ്മ ഭയങ്കരമായിട്ട് ഇതൊന്നും അവർക്ക് ഇതൊന്നും അല്ല കേൾക്കണം, അവർ ഭയങ്കര നൊലോളിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഇതല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, മാതാവിനോട് പ്രാർത്ഥിക്കുക, കൃപാസന മാതാവ് ഒരു കുഴപ്പവും വരത്തില്ല. അപ്പം മോള് പറഞ്ഞു, എൻ്റെ ആങ്ങളെയാണ്, അത് നടക്കില്ല, വർത്താനം പറയില്ല, ഇങ്ങനെ കിടന്ന അവസ്ഥയിലുള്ളൊരു കുഞ്ഞാണ്. അവർ ആ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ആ കുഞ്ഞിന്. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമം, ഭയങ്കരമായിട്ട് നൊലോളിക്കുക. അപ്പം ഞാൻ വേഗം തന്നെ ഉടമ്പടി ഉപ്പ് കൊടുത്തു. അപ്പം നേരത്തേനും വേഗം തന്നെ ഡോക്ടർ വന്നിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ അവർ പറയണ ഡോക്ടർ വന്നിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി, ഇങ്ങോട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ ഡോക്ടർ വന്നിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് ഒന്നും കൂടി വിഷമമായി. അപ്പോൾ അവർ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്ന് വിളിച്ചു നോക്കും, മാറി മാറി വിളിച്ചു നോക്കൂ, കുഞ്ഞ് കണ്ണ് തുറക്കുമോ, ഈ കുഞ്ഞ് കണ്ണ് തുറക്കുന്നില്ല, അപ്പോൾ കണ്ണ് തുറക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് വിളിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ മാറി മാറി വിളിച്ചിട്ടൊന്നും കണ്ണ് തുറക്കില്ല. അതുകൊണ്ടാണ് ഇവർ ഭയങ്കര, ഡോക്ടറും വന്ന് ഒന്നും പറയാണ്ട് മിണ്ടാണ്ട് പോയതുകൊണ്ട് അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇനി കിട്ടില്ല എന്നുള്ള ഒരു വിഷമത്തിൽ ഇവർ ഇറങ്ങി വന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ അന്നേരം തന്നെ അവരുടെ അച്ഛനെ, ഈ കുഞ്ഞിൻ്റെ അച്ഛനെ അവർ ICUലോട്ട് വിളിച്ചു. അപ്പോൾ ഈ അച്ഛനെ ഇങ്ങ് ഓടിപ്പോകുന്ന പോക്കിന് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് നിന്നേന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഉടമ്പടി തൈലം ഞാൻ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒന്നും വരില്ല, നിങ്ങൾ ഈ ഉടമ്പടി തൈലം ചേട്ടനാ കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കാൻ അറിയാം, അക്രൈസ്തവരെ അവർ കുരിശ് വരയ്ക്കാൻ അറിയാമെങ്കിൽ കുരിശ് വരയ്ക്കുക, അല്ലെങ്കിൽ തൊട്ടാൽ മതി, മേത്തൊക്കെ തൊട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക, മാതാവ് എൻ്റെ കുഞ്ഞിൻ്റെ രക്ഷപ്പെടേണ്ട ഇത്രയും നിന്ന് പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരകത്ത് ചെന്നു, ഈ ചേട്ടൻ അവിടെ അകത്ത് ചെന്നു കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം പുരട്ടിയതും 1 മിനിറ്റ് കൊണ്ട് ഈ കുഞ്ഞ് കണ്ണു തുറന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഇറങ്ങി വന്നു, കുഞ്ഞ് കണ്ണ് തുറന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇതെൻ്റെ നേരെ കൈ കൂപ്പിക്കൊണ്ട് തന്നെ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എന്നോടല്ല, ഞാനല്ല ഇതിൻ്റെ ആൾ, കൃപാസന മാതാവാണ്, മാതാവിൻ്റെ അടുത്ത് ചെന്ന് നിങ്ങൾ നന്ദി പറയണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുഞ്ഞിനോട് ഈ കുഞ്ഞിൻ്റെ പെങ്ങളോട് പറഞ്ഞു, മോളെ നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം, അപ്പോൾ മാതാവ് വരും. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന ICUലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവേ ICUലോട്ട് വരണേ, എല്ലാവരെയും രക്ഷിക്കണേ, എല്ലാവരെയും സുഖപ്പെടുത്തണമേ, മാതാവ് വേഗം ഓടി വരണമേ, കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുഞ്ഞ് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് വന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മാതാവ് വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ തന്നെ മനസ്സിലായി എൻ്റെ ഭർത്താവിന് സുഖമായി. അപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ ബ്ലീഡിങ് അവിടെ തന്നെ നിന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് ICUന്ന് 2ാമത്തെ ദിവസം പോകുന്നു. അവരിറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് പോകുന്നത്. അതിൻ്റെ തുടരെ ഓരോരുത്തരും ഒരു 4-5 പേര് ICU കിടക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് ഇറങ്ങി. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കയറി കഴിഞ്ഞപ്പോൾ ഒരു ആൾ ആക്സിഡൻ്റായിട്ട് തലയിൽ ബ്ലീഡിങ്, ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്ന ആൾ സോഡിയം കുറഞ്ഞു പോയിട്ട് ഭയങ്കരമായിട്ട് ഒച്ച അലർച്ച ഉണ്ടാക്കുക. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിൻ്റെ ഹസ്ബൻഡാണിത്. അപ്പം ഞാൻ ഈ മോളോട് പറഞ്ഞു, മോൾ അതിൻ്റെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവളോട് പറഞ്ഞു, മോളെ ഇങ്ങനെ ഉടമ്പടി തൈലം ഞാൻ തരാം, മോനൊന്നുകൊണ്ടേ. അപ്പോൾ മറ്റുള്ള നേഴ്സുമാരെല്ലാവരും ഇതിനോട് പറയണ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് ഭയങ്കര വിഷമമായി. ഇത് പറയുന്ന അനുസരിക്കുന്നില്ല, ഇറങ്ങി ഓടാൻ നോക്കുന്നു, കാലൊടിഞ്ഞ് ഞാൻ കാല് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഇറങ്ങി ഓടാൻ നോക്കുക. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ICUയിൽ ഇടയ്ക്കിടയ്ക്ക് കയറ്റുമല്ലോ, ഒരു 5 മിനിറ്റ് നേരം അവിടെ കയറി നിൽക്കാമല്ലോ, ആ സമയത്താണ് ഞാനിത് കേൾക്കുന്നത്. അപ്പം ഞാൻ മോളോട് പറഞ്ഞു, മോനെ കൊണ്ടേ ഉടമ്പടി തൈലം നെറ്റിയെ പുരട്ടി, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുഞ്ഞും അതങ്ങനെ ചെയ്തു. അത് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, എങ്കിൽ പോലും പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞങ്ങളത് കഴിഞ്ഞ് റൂമിലായി 6 ദിവസം കഴിഞ്ഞാണ് ഡിസ്ചാർജ്. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിലുണ്ട്, ദൈവമേ ആ കൊച്ചിൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ല, മോൻ്റെ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞങ്ങൾ പോരുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഈ കൊച്ച് അവിടെ ജോലി ചെയ്യുന്നതായതുകൊണ്ട് ഈ കൊച്ച് വേഗം തന്നെ എന്നെ കാണാനായിട്ട് വന്നു. എന്നോട് പറഞ്ഞു, ചേച്ചി സുഖമായി, ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ ഈ സോഡിയം കുറഞ്ഞതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റണില്ലായിരുന്നു, ഈ ബ്ലീഡിങ് ആയിട്ട് ബ്ലഡ് കട്ട് ചെയ്ത് വലിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിനും ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷമായിട്ട് മാതാവ് എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. 2ാമത് എൻ്റെ ഭർത്താവിന് നല്ല സുഖമായി, ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ തിരികെ പോരാൻ സാധിച്ചു. 7 ദിവസം കിടക്കാൻ പറഞ്ഞിടത്ത് 6 ദിവസം കിടന്നിട്ട് ഞങ്ങൾ പോകുന്നു. പിന്നീട് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആകാരനാണ് അവിടെ 6 ദിവസം കിടക്കേണ്ടി വന്നത്. പിന്നെ 2ാമതായിട്ട് പറയാന്നുള്ള എൻ്റെ അപ്പച്ചന്, ഞങ്ങൾ ചാച്ചാന്നാണ് വിളിക്കുന്നത്. ചാച്ചന് ഒരു 84 വയസ്സായി. ചാച്ചന് ഓർമ്മക്കുറവുണ്ട്, രാത്രിയിൽ തെരുതരം മൂത്രം പോവും, അല്ലാതെ വിഷമമുണ്ട്. അപ്പോൾ അത് കാരണം ചാച്ചന് ഉറക്കം കുറവാണ്, രാത്രിയിൽ ഉറക്കം കുറവാണ്, പകൽ കിടന്നുറങ്ങും. അപ്പം അങ്ങനെ ചാച്ചന് തീരെ ഓർമ്മക്കുറവായിട്ട് ഡോക്ടറെ കണ്ട് ഗുളിക കഴിച്ചു. ചാച്ചൻ പിന്നെ അങ്ങ് തീരെ കിടപ്പിലായി, പെട്ടെന്ന് തന്നെ അങ്ങ് കിടപ്പിലായി കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമമായി. ചാച്ചനെ എപ്പോഴും ഓടി നടന്ന ആൾ
എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ സ്വയം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നടന്നയാൾ. അപ്പോൾ അങ്ങനെ അതിന് അമ്മച്ചിക്കാണെങ്കിലും സുഖമില്ലാത്തതാണ്. അതുകൊണ്ട് ചാച്ചനിങ്ങനെ കിടക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം, എൻ്റെ ചാച്ചനെ ഒന്ന് നടത്തിച്ച് കാണിക്കണേ, തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു മാസം കഷ്ടി കിടന്നോളൂ. ചാച്ചൻ പിന്നെ എഴുന്നേറ്റ് നടന്നിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, പഴയതുപോലെ തന്നെ നടക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത്, എൻ്റെ അമ്മച്ചിക്ക് ക്രിയാറ്റിൻ കൂടുതലാണ്. എങ്ങനെ പോയാലും ഒരു 10-12 വർഷമായിട്ടുണ്ട് അമ്മച്ചിക്ക് ക്രിയാറ്റിൻ കൂടുതലായിട്ട്. ഇതിനിടയിൽ ജോസഫ് അച്ഛനെ കൊറോണ കാലത്ത് അച്ഛനെ കാണാനായിട്ട് സാധിച്ചു. അച്ഛനെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചിക്ക് രാവിലെ ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, ഷുഗറുണ്ട്, കൊളസ്ട്രോളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏത്തപ്പഴം പുഴുങ്ങി ആയിട്ട് ഇവിടെ വന്നത്. അപ്പോൾ അവിടെ അകത്ത് കയറിയിരുന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ഇതിലേ വന്നു. അച്ഛൻ പറഞ്ഞു, ചായ കുടിക്കണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട വെള്ളമുണ്ട് കയ്യിലെന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ പറഞ്ഞു ചായ കുടിക്കുമെന്ന് പറഞ്ഞ് അച്ഛൻ നിർബന്ധിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി മാതാവ് പറയണതാണ് അച്ഛനെ കൊണ്ട് ചായ കുടിക്കാൻ. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി മാതാവ് പറയണം, അതുകൊണ്ട് ചായ കുടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ചായ മേടിച്ച് കുടിച്ചു. കഴിഞ്ഞ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. ക്രിയാറ്റിൻ പിന്നെ ഇതുവരെ അങ്ങനെ കൂടിയിട്ടില്ല. ക്രിയാറ്റിൻ്റെ ലെവൽ ഏകദേശം വലിയ കംപ്ലൈൻറ്റുകളില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ പോകുന്നു, ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നു. പിന്നെ നാലാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ആങ്ങള സൗദിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 10-26 വർഷത്തോളമായിട്ടുണ്ട് സൗദിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പലയിടത്തായിട്ട് ഒരു കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് വയ്യാത്തത് കൊണ്ടും മാനസിക വിഷമം കൊണ്ട് എല്ലാം കൊണ്ട് ഇനി പറ്റില്ല നിൽക്കാനായിട്ട്, ശരീരം കൊണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പോരാനായിട്ട് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. പക്ഷേ അവിടുന്ന് എന്ത് ചെയ്താൽ മാനേജർ വിടുന്നില്ല. അയാൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആങ്ങളേനെ അവിടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന അവിടുന്ന് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയായി പുള്ളിക്ക് ഭയങ്കര വിഷമായി ആങ്ങളയ്ക്ക്. അപ്പോൾ ആ സമയത്താണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്നത്. അപ്പോൾ എൻ്റെ നാത്തൂനോട് ഞാൻ പറഞ്ഞു, നമുക്ക് പോയി കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം, മാതാവിൻ്റെ അടുത്ത് നിന്ന് കാര്യം പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കുകയും ചെയ്യണം. അപ്പം ഞാനിവിടെ വന്ന് ഇവിടെ ആൾത്താരയിൽ മാതാവിൻ്റെ അടുത്ത്, അന്ന് ഉടമ്പടി പുതുക്കുമ്പോൾ ആൾത്താരയിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ ചേച്ചിയോട് ഇവിടെ കയറാൻ തുടങ്ങുന്നതിനൊപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഫോണിൽ മാനേജറുടെ ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉണ്ട് ജീവയെന്ന് പറഞ്ഞു. വേഗം തന്നെ എടുക്കാൻ പറഞ്ഞു. ഞാൻ ആ ഫോണിൽ ഈ മാനേജറുടെ ഫോട്ടോ ഞാൻ ഇവിടെ കയറിയപ്പോൾ മാനേജറിൻ്റെ ഫോട്ടോ മാതാവിൻ്റെ സന്നിധിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അമ്മ ഇടപെടണം കേട്ടോ ഈ കാര്യത്തിൽ, ഞങ്ങൾക്കൊന്നും പറ്റില്ല ഈ കാര്യത്തിൽ, അമ്മ ഇടപെടണം കേട്ടോ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ മാനേജർ അവിടുന്ന് ലീവ് ആയിട്ട് ഒരാഴ്ചത്തേക്ക് മാറി. അപ്പോൾ തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, മാതാവ് ഇടപെട്ടു, ഇനി വിഷമിക്കണ്ട, ഇനി ആ കാര്യത്തിനെല്ലാം സോൾവിങ് ആയിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ ആ മാനേജർ വരുന്ന വളരെ സന്തോഷത്തോടു കൂടി തന്നെ എല്ലാം ഒപ്പിട്ട് കൊടുത്ത് സമാധാനവും സന്തോഷമായിട്ട് അവിടുന്ന് പോരാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ വീട് പെയിൻ്റ് അടിച്ചിട്ട് ഒരു 10-14 വർഷമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റ് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ അത് ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോവുകയാണ്. എങ്ങനെ പോയാലും 2-2.5 ലക്ഷം രൂപയാവും പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ കഴിഞ്ഞ വർഷമല്ല, അതിൻ്റെ മുമ്പത്തെ വർഷം ജപമാല റാലി നടക്കുമ്പോൾ ഞാൻ വേറെ നിയോഗങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് റാലിക്ക് പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് മാതാവ് മാതാവ് തന്നെയാണെന്ന് തോന്നുന്നു, എന്നെക്കൊണ്ട് എൻ്റെ മനസ്സിലൊരു ഏങ്ങലടി പോലെ എൻ്റെ മനസ്സിൽ വന്നു, എൻ്റെ വീടൊന്ന് പെയിൻ്റ് അടിച്ച് കാണണമല്ലോ. എന്നിട്ട് എനിക്ക് സങ്കടമുണ്ട്, എൻ്റെ ഉള്ളിൽ സങ്കടമുണ്ട്. ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമ്പോൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അത് ഞാൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വീടിൻ്റെ 4 ഭിത്തിയിൽ ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കൂടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മാതാവ് എത്രയും പെട്ടെന്നൊന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് ഹസ്ബൻഡിന് തോന്നുകയും അതൊന്ന് പെയിൻ്റ് അടിച്ച് തരികയും ചെയ്യണമേ, മാതാവ് ഒന്ന് ഇടപെടണം കേട്ടോ എന്നും പറഞ്ഞ് മാതാവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ പുറമാണ് കൂടുതലും മെനേഡായിരിക്കുന്നത്. അത് അത്രയും വലിയ പ്രശ്നമില്ല, എങ്കിൽ പോലും എനിക്കൊരു സങ്കടമായി. എല്ലായിടത്തു നിന്നൊക്കെ പോയി നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വിഷമം. അങ്ങനെ ആയത് കഴിഞ്ഞ് പിന്നെയും ഞാനത് വിട്ടു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മയുടെ ഇഷ്ടം എപ്പോഴാണോ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് അന്നേരം എനിക്ക് പെയിൻ്റ് അടിച്ച് തന്നാൽ മതി, അല്ലാണ്ട് അങ്ങനെ ഞാൻ ഇന്ന സമയത്ത് വേണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ഞാനിങ്ങനെ മാതാവ് എന്നെ ഓർപ്പിച്ച കാര്യമാണല്ലോ ഞാൻ ജപമാല റാലി പോയപ്പോൾ, പിന്നെ എന്താ ഇതിങ്ങനെ ഒന്നും അതിനൊരു അനക്കവും കാണുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ഓർത്തു. അപ്പോൾ ഞാൻ അന്ന് സ്വപ്നം കാണുകയാണ്, ഈ ഞങ്ങളുടെ പോർച്ചിൽ 2 തൂണുണ്ട്, സിറ്റൗട്ടിലൊരു തൂണുണ്ട്. ഈ തൂണുകൾ 3ഉം ഇങ്ങനെ കഴുകണത് പോലെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെ കഴുകിടണം, എപ്പോഴും തന്നെ കഴുകിയും പെറുക്കിയൊക്കെ വൃത്തിയാക്കി ഇടാൻ മാക്സിമം ശ്രമിക്കും. അപ്പോൾ അതായിരിക്കും എന്ന് ഓർത്ത്. പക്ഷേ ഞങ്ങൾക്ക് അടുത്ത ഇടയ്ക്ക് പെയിൻ്റ് അടിക്കാൻ സാധിച്ചു.
പെയിൻ്റ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ തൂണ് പോളിഷ് ചെയ്യുന്ന കാര്യം മൊസൈക്കിൻ്റെയാണ്. തൂണ് പോളിഷ് ചെയ്യുന്ന കാര്യം ഒരു 35 വർഷമായ വീടാണത്. അപ്പോൾ ഈ മൊസൈക്ക് ഇങ്ങനെ തൂണ് പോളിഷ് ചെയ്യുന്ന കാര്യമൊന്നും എൻ്റെ മനസ്സിലൊന്നുമില്ല, ഞങ്ങളുടെ മനസ്സിലൊന്നുമില്ല. പക്ഷേ ഈ പെയിൻറ്റർ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഈ തൂണ് പോളിഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് പോളിഷ് ചെയ്യണത്, അതിനിപ്പോൾ ഈ പോളിഷുകാരെയൊക്കെ കിട്ടാൻ, മൊസൈക്ക് പഴയ പോളിഷുകാരെയൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അന്നേരം പെയിൻറ്റർ പറഞ്ഞു എൻ്റെ കൂടെയുണ്ട്, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പെയിൻറ്റർ പോളിഷുകാരെ കൊണ്ടുവന്ന് ആ തൂണൊക്കെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇത് മാതാവ് കാണിച്ചു തന്നാണല്ലോ ഈ തൂണിങ്ങനെ ശരിക്കും ഉരച്ച് കഴുകണത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, മാതാവ് ഇടപെട്ടാണ് എനിക്ക് പെയിൻ്റ് അടിക്കാനായിട്ടുള്ള ആ ഇത് ചെയ്തു തന്നത്. എത്രയും പെട്ടെന്ന് അത് നല്ല ഭംഗിയായിട്ട് നല്ല പുത്തൻ വീട് പോലെ ആക്കി തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോ ചെയ്ത എല്ലാ കാരുണ്യത്തിനും ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. ഇത് ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നേടി തന്നിട്ടുണ്ട്. ഈശോയ്ക്കും ഒത്തിരി തന്നെ നിൽക്കുമ്പോൾ മാതാവ് ഓടി വന്ന് നമ്മളെ കയ്യിലേറ്റി എടുക്കുന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണ്. ശരിക്കും പറഞ്ഞു നമ്മൾ ആരുമില്ല, നമുക്ക് പറ്റില്ല, നമുക്ക് ആരില്ലാതെ നിൽക്കുമ്പോഴാണ് ഓടി വരുന്നത്. നമ്മൾ ആ ഓടി വരവ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യത്തിനും, എല്ലാ കാര്യത്തിനും തന്നെ മാതാവിനോട് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നതിനല്ല. ഓരോ ദിവസവും ആദ്യം രാവിലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇന്ന സംഭവങ്ങളുണ്ട് കേട്ടോ മാതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. അത് മാതാവ് ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് ഈശോയുടെ നിന്ന് കാരുണ്യം മേടിച്ച് തരുന്നതിന്, ആ കരുണയ്ക്കായിട്ട് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി കൊടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, അനാഥാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ അവരെ കുളിപ്പിക്കാനും, അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും, അവർക്ക് ഭക്ഷണങ്ങൾ കൊണ്ടുപോയി കൊടുക്കാനും, അതുപോലെ തന്നെ അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ പാവങ്ങളായിട്ടുള്ള വഴിയിലുള്ള പള്ളിയുടെ സൈഡുകളിലൊക്കെ ഇരിക്കുന്ന പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് സഹായം ആവശ്യമുള്ളവർക്ക് വേണ്ട വിധത്തിൽ പള്ളി വഴിയായിട്ടും എല്ലാം സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. അല്ലാതെയും സഹായം ചെയ്യാറുണ്ട്. ആരെങ്കിലും പറയുമ്പോൾ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. ഇതിലുപരിയൊക്കെ എനിക്ക് ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്ന കാര്യം ഇവിടെ വന്ന് കൃപാസനം പത്രം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ദുരിതവും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ICUവിൻ്റെ മുമ്പിൽ ആ കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം വെച്ചാൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നുള്ളൊരവസ്ഥയിലാണ് ICUവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ശരിക്കും കൃപാസനം പത്രം കൊടുക്കേണ്ടതെന്നുള്ള കാശ് രൂപമൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ പിന്നീട് ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് പറ്റുന്ന 2 ആഴ്ച കൂടുമ്പോൾ മിക്കവാറും തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ 2 കെട്ടിൽ കുറയാതെ തന്നെ പത്രം മേടിച്ചുകൊണ്ട് പോകും. എനിക്ക് തോന്നുന്ന പോലെ പത്രം മേടിച്ചുകൊണ്ട് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ICUവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ അവരൊക്കെ നോക്കിയിരിക്കുകയായിരിക്കും, കൃപാസനം പത്രം കിട്ടിയാലോ, ഒരു കാശ് രൂപം കിട്ടിയെങ്കിൽ എന്ന് മനസ്സിൽ പലരും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ സാധിക്കണം. കൃപാസനം പത്രം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നേരത്തേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യ പ്രവർത്തനമൊക്കെ നേരത്തെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാറുമുണ്ട്. പക്ഷേ കൃപാസനം പത്രം കൊടുക്കുക എന്നുള്ളത് പറയുമ്പോൾ സുവിശേഷം നമുക്ക് കൈമാറാൻ സാധിക്കും. ഈശോയെക്കുറിച്ച്, ഈശോയുടെ കാര്യം പറയാൻ, ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട്. ഇപ്പം ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെക്കാളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരോട് പറയും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ ചോദിക്കുക എന്നാ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഇന്ന വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വിഷമം കേൾക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, അന്ന് ആ ഒരൊറ്റ വാക്കിൽ തീർക്കാനേ നമുക്ക് സാധിക്കുന്നുള്ളൂ. പക്ഷേ കൃപാസനം പത്രം കയ്യിലിരിക്കുമ്പോൾ ആ പത്രം കൊടുത്തിട്ട് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുക, ഈശോ വേഗം തന്നെ ഇടപെടും എന്ന് പറഞ്ഞ് ആ പത്രം കൊടുക്കാൻ അവർക്ക് വായിക്കാനും. പിന്നെ അത് തന്നെയല്ല, പത്രത്തിൽ അച്ഛൻ്റെ ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, വചനങ്ങളുണ്ട്. അതുകൂടാണ്ട് അച്ഛൻ്റെ ഒരു ദിവസത്തെ ധ്യാനമുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് വളരെയധികം ആ ഒരു ഈശോയോട് വേഗം തന്നെ ദൈവമേ എനിക്കും പെട്ടെന്ന് പ്രാർത്ഥിച്ച കാര്യം നടക്കുമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് പെട്ടെന്ന് അത് ഈശോയോട് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു പ്രത്യേക ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. കൃപാസനം പത്രം വിതരണം ചെയ്യുമ്പോൾ, കൃപാസനം പത്രം മേടിച്ചു കൊടുക്കുക, അത് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഇതായിട്ട്, കൃപാസനത്തിൽ വന്നതിന് ശേഷം പിന്നെ ബൈബിൾ വായിക്കാനായിട്ട്. ഞാൻ യാക്കോബായ സഭയിൽപ്പെട്ട ആളാണ്. ബൈബിള് വായിക്കാൻ സങ്കീർത്തനേ വായിക്കുള്ളൂ, വേറെ ഒന്നും മത്തായി മർക്കോസ് ലൂക്കോസ് അങ്ങനെ സുവിശേഷങ്ങൾ വായിക്കില്ല. മത്തായി മർക്കോസ് ലൂക്കോസ് എടുക്കും, പക്ഷേ പിന്നെയും സങ്കീർത്തനത്തിൽ തന്നെ പിടിക്കും. സങ്കീർത്തനം മാത്രമേ ഞാൻ വായിക്കുള്ളൂ. എന്നും കുമ്പസാരിക്കാറുണ്ട്, കുർബാന കൊള്ളാറുണ്ട്, അതുപോലെ തന്നെ നോമ്പെടുക്കും, ഉപവാസം എടുക്കും, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ സുവിശേഷം വായിക്കുക എന്നുള്ളത് എന്നെക്കൂടി സാധിച്ചിട്ടില്ലായിരുന്നു പറയാം. കാരണം വെച്ചാൽ 2019 ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉടമ്പടി ധ്യാനം
മാസത്തിലൊരിക്കൽ കൂടണമെന്നുണ്ടല്ലോ. അങ്ങനെ തിങ്കളോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനത്തിന് വരുമ്പോൾ ഇവിടെ അച്ഛനൊരു സുവിശേഷത്തിൻ്റെ ഒരു വചനത്തിൻ്റെ ആദ്യ വാക്ക് പറയുമ്പോൾ തന്നെ ബാക്കി ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ബാക്കിയെല്ലാം മൊത്തം പറയുക. അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ദൈവമേ ഇത്രയും വർഷം ഈ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചിട്ട് ദൈവമേ എനിക്കൊരു അതിനൊപ്പം പറയാൻ സാധിക്കണില്ലല്ലോ. എനിക്കെന്തോ എന്നോട് തന്നെ ഒരു ലജ്ജ തോന്നി. അപ്പോൾ അന്ന് തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കും ഇതൊന്ന് സാധിക്കണം, എനിക്ക് സുവിശേഷം വായിക്കാനായിട്ട് എനിക്ക് സാധിക്കണം, ഇതിലെ കാര്യങ്ങളൊക്കെ ഈശോയുടെ വചനങ്ങളൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഗ്രഹിക്കാനുള്ള കഴിവ് എനിക്ക് തരണേ, എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛനാവാൻ പഠിച്ച സമയത്ത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കൂടുതൽ വായിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛനോട് പറയുക. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്ന് വായിക്കണം. ഞാൻ വീട്ടിൽ ചെന്നിരുന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിത് നന്നായിട്ട് വായിക്കാനുള്ള, ഗ്രഹിച്ച് വായിക്കാനുള്ള, കാരണം വെച്ചാൽ നമ്മൾ ചുമ്മാ അങ്ങ് ഉഴപ്പി വായിച്ചിട്ടും കാര്യമില്ലല്ലോ, ഗ്രഹിച്ച് വായിക്കാനുള്ള ഒരു കഴിവ് തരണേ. അങ്ങനെ ഞാൻ അന്ന് ഒരു 1.5-2 മണിക്കൂർ ഇരുന്ന് വായിച്ചു. പിന്നെ എനിക്ക് സുവിശേഷം വായിക്കാനുള്ള ഒരു കൃപ കിട്ടി. അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ് കൃപാസനത്തിൽ വന്നതിന് ശേഷം. അതുവരെ നമ്മളൊരു പാരമ്പര്യ വിശ്വാസിയായിട്ടിരുന്നാലും ബൈബിള് പരമായിട്ടുള്ളൊരു വിശ്വാസിയായിട്ട് മാറിയത് ശരിക്കും പറഞ്ഞാൽ കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയാവുന്നത്, ഞാൻ ജനിച്ചു പോകുന്ന ക്രിസ്ത്യാനിയാണ്, യാക്കോബായ സഭയിൽപ്പെട്ടതാണ്, എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ കൃപാസനത്തിൽ വന്നതിന് ശേഷം ശരിക്കും ഒരു ക്രിസ്ത്യാനിയായി മാറി, ബൈബിൾ പരമായിട്ടുള്ള ക്രിസ്ത്യാനിയായിട്ട് ഞാൻ മാറി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എങ്കിൽ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് മാറിയത് ബൈബിൾ വായിച്ച് അതിലടങ്ങിയിരിക്കുന്ന ഈശോയുടെ വചനങ്ങൾ കേട്ട് അല്ലെങ്കിൽ അറിഞ്ഞ് അത് ഗ്രഹിച്ച് ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറാൻ സാധിച്ച് കൃപാസനത്തിൽ വന്നതുകൊണ്ടാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധി അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധിയുടെ നിബന്ധനകളായ 10 കൽപ്പനകൾ അടങ്ങുന്ന വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടുള്ള പഴയ നിയമ ജനതയുടെ യാത്ര, ആ യാത്രയിൽ അവർക്ക് സംരക്ഷണവും സഹായവും അവർക്ക് ശക്തിയുമൊക്കെയായി മാറുന്നത് ആ സാക്ഷ്യ പേടകമാണ്, വാഗ്ദാന പേടകം. മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്ത കഠിന രക്ഷാകര പദ്ധതികൾ എങ്ങനെയാണ് ഉടമ്പടി വഴി ദൈവം പ്രവർത്തിക്കുക? അതുകൊണ്ടാണ് പുറപ്പാട് 14:14 തിരുവചനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും. ഇവിടെ ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ 4ാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ പറയുന്നത്. അപ്പോൾ നിരന്തരമായി കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതവും ഉടമ്പടിയുടെ മഹത്വം എന്ത്, മാഹാത്മ്യം എന്ത്, എങ്ങനെ ഉടമ്പടി ജീവിതം തന്നെ ഒരു ദൈവ പൈതലാക്കി മാറ്റുന്നു. നാം എല്ലാവരും ദൈവ പൈതങ്ങളാണ്. എന്നാൽ ഉടമ്പടി നമ്മെ എങ്ങനെയാണ് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളതാണ്. അതിന് പല കാര്യങ്ങളും ഈ മകൾ പറഞ്ഞു. തൻ്റെ കുടുംബത്തിൽ കിട്ടിയ രോഗസൗഖ്യങ്ങൾ ഹസ്ബൻഡിൻ്റെയും അതുപോലെ മറ്റ് കുടുംബത്തിലേക്ക് വന്ന ഓരോ കൃപകളുമൊക്കെ പറയുമ്പോഴും തനിക്ക് എങ്ങനെ ഇന്ന് ഏറ്റവും കൃപയോടുകൂടി വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ പറ്റുന്നു, അതുപോലെ കാരുണ്യ പ്രവർത്തികളൊക്കെ അത് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പും, ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈശോയെ കൊടുക്കുക, കൈമാറ്റം ചെയ്യുക, അതാണ് പ്രേക്ഷിത പ്രവർത്തനം. നമ്മുടെ നിബന്ധനയിൽ, അതായത് ഉടമ്പടി നിബന്ധനയിൽ 4ാമത്തെ നിബന്ധനയാണ് ആത്മാക്കളുടെ രക്ഷയിലുള്ള പ്രവർത്തനം അഥവാ പ്രേക്ഷിത പ്രവർത്തനം. അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചത് ആത്മാക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ ഒരു ഈശോയോട് ചേർന്ന് ആ ഒരു പ്രവർത്തനത്തിൽ ഓരോ ദൈവ പൈതലും പങ്കാളിയാവുകയാണ്. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ, അതായത് അതിൽ വരുന്ന ഓരോ അനുഭവങ്ങളും അത് സുവിശേഷ വിഹിതമായ അനുഭവങ്ങളാണ് ആ കൃപാസന പത്രത്തിൽ ഓരോ മാസവും അച്ചടിച്ച് വരുന്നത്. അതിൽ ഈശോ എങ്ങനെയാണ് ഓരോ ജീവിതത്തിലും കുടുംബത്തിലും ഇടപെടുന്നത്, അങ്ങനെ കൃപാസന പത്രത്തിലൂടെ അമ്മയുടെ സാന്നിധ്യവും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് വരുന്ന അനുഭവങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്നൊന്നും ഒരു ബൈബിള് വായിക്കുവാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. എന്നാൽ നാം കൊടുക്കുന്ന ഈ ഒരു കൃപാസന പത്രം
അത് അവരുടെ ഏതെങ്കിലും ഒരു സമയത്ത് ആ മക്കൾക്ക് അത് കൈകൊണ്ടെടുക്കുവാൻ അമ്മ തോന്നിക്കും, ഈശോ തോന്നിക്കും. അതവരെടുത്ത് അതവർ വായിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ആശ്വാസം. പിന്നീട് എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് ഈ അൾത്താരയിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇവിടെ ഓടി വരുന്ന കാര്യം ഈ മകൾ തന്നെ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വെച്ചൊരു കൃപാസന പത്രം ഒരു കുഞ്ഞിന് കൊടുക്കുന്നു, അത് പിന്നീട് എങ്ങനെ ആ ഒരു റിക്കവറിയിലേക്കൊക്കെ മാറുന്നു. ഇതൊക്കെ നാം ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെ ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം വഴി എങ്ങനെ നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ, മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ കഴിയുന്നു. തൻ്റെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ നന്മകൾക്കും ഈ മകള് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരു സാക്ഷ്യം പോലും നാം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം, എന്നെ എത്രയും പെട്ടെന്ന് ഉടമ്പടിയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥനയോടെ ഈ കുടുംബത്തിന് സമർപ്പിച്ച് എല്ലാറ്റിനും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളടിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.